ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് പറയുന്നത്. എല്ലാ എപ്പിസോഡിലും പറയുന്ന ചില കാര്യങ്ങൾ ഈ എപ്പിസോഡിലും ആവർത്തിക്കുന്നു. വെസ്റ്റേൺ അസ്ട്രോളജി അല്ല ഭാരതീയ ജ്യോതിഷശാസ്ത്രം എന്നുള്ള കാര്യം ആദ്യം അറിയുക. വെസ്റ്റേൺ അസ്ട്രോളജിയിൽ ഗ്രഹങ്ങളെ, അതായത് പ്ലാനറ്റ്സിനെ പ്ലാനറ്റ്സ് ആയിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. ഇവിടെ ഗ്രഹങ്ങളെ ഗ്രഹദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഗ്രഹദേവതമാർ ഓരോ രാശിയിലും സഞ്ചരിക്കുമ്പോൾ ഓരോരോ ഫലങ്ങൾ നൽകുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ജ്യോതിഷം മുന്നോട്ട് പോകുന്നത്. പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഈ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുമെന്നും അനുകൂലമല്ലാത്ത ഫലങ്ങളുടെ ഇൻറ്റൻസിറ്റി അതൊന്ന് കുറയും, ആ ദോഷഫലങ്ങളുടെ കാഠിന്യം ഒന്ന് കുറയും എന്നുള്ളതാണ് ഭാരതീയമായിട്ടുള്ള വിശ്വാസം. ജാതകത്തിലെ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ ഗ്രഹ ദേവതമാരെങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാരഫലം പറയുന്നത്. എന്നാൽ ജാതകത്തിൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ദശ അപഹാരങ്ങളാണോ, ജാതകത്തിൻ്റെ ബലം എങ്ങനെ, ഭാഗ്യമുള്ള ജാതകമാണോ, ഭാഗ്യം അല്പം കുറവാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ ഈ ചാരവശാലുള്ള ഫലങ്ങളിലെ അനുഭവം പൂർണ്ണമായി വരികയുള്ളൂ. അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ആ കാര്യം ഓർത്തിരുന്ന് വേണം മുന്നോട്ട് പോകാൻ. അനുകൂലമായിട്ട് ഈ ഫലത്തിൽ, വാരഫലത്തിൽ അനുകൂലമായിട്ട് പറയുന്ന ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതക പരിശോധന, അടുത്ത ജ്യോതിഷിയെ കണ്ട്, ദൈവജ്ഞനെ കണ്ട് ജാതക പരിശോധന അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയുക. ജാതകത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുള്ള ദശയും അപഹാരങ്ങളും ആണ് എങ്കിൽ അതിനുള്ള പരിഹാരം നൽകുന്നതുകൊണ്ട്, നടത്തുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ കുറയും എന്നുള്ള കാര്യവും അറിയുക. കാരണം പലരും പറയാറുണ്ട് ഇങ്ങനെ സാമ്പത്തിക ലാഭം പറയുന്നുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ടൊന്നും ലാഭവും വരുന്നില്ല, സാമ്പത്തിക ലാഭം എന്ന് പറയാറില്ല. പലപ്പോഴും വരുമാനം കൂടുതൽ, പഴയ ബാധ്യതയുള്ളവർക്കാണെങ്കിൽ വരുമാനം കൂടിയാലും അത് അത്രത്തോളം അനുഭവേദ്യമാകണം എന്നില്ല. കാരണം പഴയ ബാധ്യത അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം വാരഫലം കാണുവാനായിട്ട്. ഈശ്വര സമർപ്പണമാണ് ഈ പ്രോഗ്രാമിൽ പറയുന്നതൊക്കെ തന്നെ. ഈശ്വര സമർപ്പണത്തിലൂടെ മനസ്സമാധാനം ലഭിക്കും. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ പ്രവൃത്തിയൊക്കെ മെച്ചമാകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളും മെച്ചമാകും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകൂ. എന്നാൽ ഈ പ്രോഗ്രാം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. രാശിഫലമാണ്. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ജോലിയിൽ എന്തെങ്കിലും പ്രൊമോഷനോ സാലറി ഏറിയേഴ്സോ അല്ലെങ്കിൽ ശമ്പള കൂടുതലോ കിട്ടുവാനുള്ള ഭാഗ്യമുണ്ട്. ആഡംബരങ്ങൾക്കായി പണം സ്പെൻഡ് ചെയ്യുന്ന, ചിലവാക്കുന്ന ഒരു സമയമാണ്. പുതിയ ഡ്രസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡ്രസ്സ്, പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ്, മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഹോം അപ്ലയൻസസോ ഒക്കെ വാങ്ങുവാനായി പണം ചിലവാക്കുന്ന വാരമാണ്. ദൂരയാത്രകൾ ധാരാളം വരാം. പൊതുവേ ഒരു സന്തോഷം അനുഭവപ്പെടുന്ന വാരമാണ്. കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് നല്ല ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട്. ഒരു മാരേജബിൾ ഏജിൽ നിൽക്കുന്നവർക്ക് നല്ല വിവാഹാലോചനകൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ദോഷജാതകമാണെങ്കിലും ചേരുന്ന തരത്തിലുള്ള ജാതകങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമാണ് ഈ വാരം കാണുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിനായി ശ്രമിക്കണം. ജാതകത്തിലെ ദോഷങ്ങൾ കുറയ്ക്കുവാനുള്ള പരിഹാരം ചെയ്യുകയും വേണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. വിവാഹ കാര്യങ്ങളിൽ ആവർത്തിച്ച് തടസ്സം അനുഭവപ്പെടുന്നവർ ശിവപ്രീതിക്കായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ദിവസവും ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. വിവാഹിതർക്ക് ഈ ചൊവ്വയുടെ ഒരു സ്ഥിതി കൊണ്ടൊക്കെ അല്പം കോപസ്വഭാവവും വാശിയൊക്കെ പ്രകടമാകാം ഗൃഹത്തിനകത്ത്. അപ്പോൾ അല്പം ഒരു സമാധാനക്കുറവൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിലും വാക്കിലും ഒക്കെ ഒരു നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ്. സംസാരിക്കുമ്പോൾ
ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ളത് മനസ്സിലിങ്ങനെ സങ്കല്പിച്ചതിന് ശേഷം മാത്രം മതി പ്രതികരണം. അതുകൊണ്ട് വ്യക്തികൾ വളരെ അടുപ്പമുള്ളവർ അകന്നു പോകാതിരിക്കുകയും ചെയ്യും എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു ഊഷ്മളമായിട്ടുള്ള അന്തരീക്ഷം ഗൃഹത്തിൽ ഉണ്ടാക്കുവാനും കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. സന്തോഷമായിട്ടുള്ള അനുഭവങ്ങൾ വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സന്തോഷമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ചെലവ് ഏറി വരുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. വാഹനത്തിന് റിപ്പയർ വർക്കോ ഗൃഹത്തിന് റിപ്പയർ വർക്കോ ഒക്കെ അവിചാരിതമായിട്ട് വരുന്നത് കൊണ്ട് മറ്റ് എന്തിനെങ്കിലും കരുതി വച്ചിരുന്ന പണം ചെലവായി പോകുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രയോ വരുന്നത് കൊണ്ട് ഈ മാറ്റിവെച്ചിരുന്ന പണം അതിനു വേണ്ടി ചെലവായി പോകുവാനുള്ള സാധ്യത ഏറെ കാണുന്ന ഒരു വാരമാണ് എന്നറിയാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. അലസത വരാം, ശരീരത്തിന് ക്ഷീണം വരാം. ഇപ്പോൾ ചെയ്യുന്ന ഏത് പഠനമാണോ കോഴ്സാണോ അതിലൊരു താല്പര്യക്കുറവ് വരാം. ആത്മവിശ്വാസക്കുറവും പ്രകടമായി വരുന്ന ഒരു വാരമാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഊർജ്ജസ്വലത വരാനായിട്ട് ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അല്പം മെച്ചമാകുവാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ഗ്രഹസ്ഥിതിയിൽ. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഊർജ്ജസ്വലത വരുവാനായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശ ദുഃഖസ്യ നാശം എന്നുള്ള ആ സ്തോത്രം ഭക്തിപൂർവ്വം സമർപ്പണ മനോഭാവത്തോടെ ജപിച്ചോളൂ. ഊർജ്ജസ്വലത വരും. ബിസിനസ് രംഗത്ത് അതുകൊണ്ട് തന്നെ ഉയർച്ച വന്നു ചേരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പഠനകാര്യങ്ങളിൽ ശ്രദ്ധിച്ചോളൂ, വളരെ പ്രധാനമാണ്. പുതിയ പണം മുടക്കിയുള്ള ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ പറ്റിയ വാരമല്ല എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ ഹൈ സ്പീഡ് ഡ്രൈവിംഗ്, റൈഡിംഗ് ഇവ ഒഴിവാക്കണം എന്നുള്ളതാണ്. രാത്രികാല സഞ്ചാരവും കുറച്ചോളൂ. അല്പം പ്രായമായവർ, 48 വയസ്സ് കടന്നവരൊക്കെ നമ്മുടെ ചലനം മൂവ്മെൻറ്റ്സിലൊക്കെ ഒരു ശ്രദ്ധ വേണം. കാരണം ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ വീഴ്ചയോ മുറിവോ ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് പരിഹാരം കൊണ്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. പെട്ടെന്ന് കോപം വരുന്ന ഒരു വാരമാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. ഓഫീസിലും ഒക്കെ പൊതുകാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ഒരു നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ്. പൊതുകാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കുന്നതാണ് ഈ വാരം നല്ലത്. കാരണം പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഈ വാരത്തിൽ. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ വരും. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാവാം. അപ്പോൾ അതൊരു പക്ഷേ അഭിപ്രായ വ്യത്യാസത്തിലേക്കും ചിലപ്പോൾ കലഹത്തിലേക്കും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കാം എന്നുള്ളത് കൊണ്ട് വളരെ നിയന്ത്രണം വേണം. ഗൃഹത്തിൽ പാർട്ടിഷനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പാർട്ടിഷനുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ ചെറിയ ടെൻഷൻസൊക്കെ വരുവാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. ഈ രാശിയിൽ ജനിച്ചവരുടെ മാതൃസ്ഥാനീയർക്ക്, അതായത് അമ്മ വഴിയുള്ള ബന്ധുക്കൾക്ക് ചെറിയ പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ചെറിയ പ്രയാസങ്ങളുടെ സൂചന കാണുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ കുറയും. മാതൃസ്ഥാനീയരുടെ പ്രയാസങ്ങൾ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദുർഗാ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ദൂരയാത്രയ്ക്കുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അത് യാത്ര കൊണ്ട് ചെറിയ നേട്ടങ്ങൾ വരാം എന്നുള്ളതാണ്. എന്നാൽ യാത്രയുമായി ബന്ധപ്പെട്ട് ചില കഷ്ടപ്പാടുകളും ടെൻഷൻസും ഒക്കെ കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നു ചേരണം എന്നില്ല. എന്നാൽ അത് അങ്ങോട്ട് അല്പം വൈകിയാലും കാര്യതടസ്സം നീങ്ങുവാനുള്ളൊരു യോഗമുണ്ടെന്ന് പ്രത്യേകിച്ച് അറിയുക. അധിക പണച്ചെലവുള്ള കാര്യങ്ങളിൽ, അതായത് മെയിൻ്റനൻസ് വർക്ക് അല്ലെങ്കിൽ ഭംഗിയാക്കുക, ഇതിനൊക്കെ അത്ര നല്ലൊരു സമയമല്ലാത്തത് കൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതാണ്. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രവൃത്തികളിൽ നഷ്ടം വരാം.
എന്ന് മാത്രമല്ല വാഹനത്തിന് ചെറിയ പ്രയാസം ഒന്ന് വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ തട്ടോ മുട്ടോ അങ്ങനെ പെയിൻറ്റ് പോവുക അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഈ വാരം കാണുന്നു. ശ്രീകൃഷ്ണ പ്രീതി വരുത്തിക്കോളൂ, ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയമുണ്ട്. ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നും വരില്ല, മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ഈ വാരം യാത്ര കൊണ്ട് നേട്ടങ്ങൾ കാണുന്നു. ഹൈ കോൺടാക്ട്സ് ഉള്ളവർക്ക് അത് ഉപയോഗിച്ച് നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വാരമാണ്. കലാ, സാഹിത്യം, സിനിമ, TV ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വരാനും പണം, പ്രശസ്തി ഇവ ലഭിക്കുവാനും ഭാഗ്യമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനോ അവരിലൂടെ ഉയർച്ച വന്നു ചേരുവാനോ ഭാഗ്യമുള്ള ഒരു വാരമാണ്. പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് വരാം. ചിലർക്ക് ചില പ്രണയത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് ആ ഏജും ആ ഒരു മെൻ്റൽ മൈൻഡ് സെറ്റും ഒക്കെ ഉള്ളവർക്കായിരിക്കും പ്രണയം വരും. നല്ലൊരു സൗഹൃദം വരാനുള്ള ഭാഗ്യമുണ്ട്. അവിചാരിതമായിട്ടുള്ള സൗഹൃദം ഒരു പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന ഒരു വാരം കൂടിയാണ് എന്നുള്ളതാണ്. അതാണ് കോൺടാക്ട്സ് ഉള്ളവരെ കോൺടാക്ട്സ് ഉപയോഗിക്കേണ്ട ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗെയിൻസ് വരാം കലാരംഗത്തുള്ളവർക്ക്. ദൂരദേശത്ത് നിന്ന് പണം ലഭിക്കാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. ദൂരദേശത്ത് നിന്ന് അവരുടെ റെക്കഗ്നിഷൻ, കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാം. പ്രത്യേകിച്ച് ഈ ദോഷജാതകമൊക്കെ ഉള്ളവർക്ക് പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ വിവാഹം വൈകി അല്പം മനോവിഷമം അനുഭവിക്കുന്നവർക്കും വിവാഹകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിയിൽ ഉയർച്ച, ശമ്പള കൂടുതൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും അരിയേഴ്സ് ലഭിക്കുവാനുള്ള ഒരു യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ എന്തെങ്കിലും ലക്ഷറി ഐറ്റംസിനൊക്കെ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. പുതിയ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വീടിൻ്റെ ട്രാൻസാക്ഷൻ, വാങ്ങുക, വിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അത് ആഗ്രഹമുള്ളവർ ഇപ്പോൾ ശ്രമിക്കേണ്ട ഒരു കാലമാണെന്നും പ്രത്യേകിച്ചറിയാം. അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഏറെ കാണുന്നത് ഈ വാരം എന്നുള്ളതുകൊണ്ട് മഹാഗണപതിയെ പ്രാർത്ഥിക്കണം. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുമെങ്കിൽ ദിവസവും വണങ്ങുക, അതും വളരെ പ്രധാനമാണ്. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ, എന്നാൽ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ഓം ഹ്രീം നമ ശിവായ ജപിച്ചോളൂ. ദിവസവും 9 പ്രാവശ്യം കിഴക്ക് ദർശനമായിട്ട്. ഈ രാശിയിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ 3-4 വർഷമായിട്ട് അത്ര നല്ല സമയമല്ല. സാമ്പത്തികമായിട്ട് പണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നതുകൊണ്ട് അല്പം ഒരു മെച്ചം ഉണ്ടായാലും അത് പലപ്പോഴും ഒന്നും ഉണ്ടായില്ല, ഈ വാരം സാമ്പത്തികമായിട്ട് മെച്ചമാകുന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ തോന്നാം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ പണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ ബാധ്യത വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് ജാതകം ഒന്ന് പരിശോധിച്ച് ബിസിനസ് അനുയോജ്യമാണോ എന്ന് നോക്കുക. അനുയോജ്യമില്ലാത്തൊരു ബിസിനസ് മാറ്റിയിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ബിസിനസ് ബുദ്ധി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവരുടെ അഡ്വൈസോടുകൂടി മാത്രം മുന്നോട്ട് പോവുക. ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇറങ്ങി പുറപ്പെടരുത് ഈ രാശിക്കാർ കുറച്ച് കാലത്തേക്ക്. ഈ വാരം മാത്രമല്ല, കുറച്ച് കാലത്തേക്ക് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഫൈനാൻഷ്യലി ടൈറ്റായിട്ടുള്ളവർ മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. കാര്യങ്ങൾക്ക് തടസ്സം ആവർത്തിക്കുന്ന ഒരു സമയമാണ്. അത് ഓർത്തിരിക്കണം. ആവർത്തിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. നമ്മളിപ്പോൾ പണം മുടക്കി ഒരു കാര്യത്തിന് ഇറങ്ങുകയാണ്. ഇപ്പോൾ പണം കിട്ടും, തിരിച്ച് കിട്ടും. ഇപ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഡേയ്സിനകത്ത് അത് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അത് കിട്ടണം എന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളെ കൊണ്ടൊരു കാര്യം നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് അങ്ങോട്ട് നടന്ന് കിട്ടണം എന്നില്ല എന്നുള്ളതുകൊണ്ട് മനസ്സിന് വിഷമം ഉണ്ടാകാം എന്നുള്ളതാണ്. പാർട്ട്നേഴ്സിനെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. പുതിയ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക ബിസിനസ്സിൻ്റെ കാര്യമാണ്. എന്ന് മാത്രമല്ല, കൂട്ടുകെട്ടുകൊണ്ട് പല പ്രയാസങ്ങളും വരാം. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
പഠനകാര്യങ്ങളിൽ താല്പര്യക്കുറവ്, അലസത, ചിലപ്പോൾ കോഴ്സ് തന്നെ അങ്ങോട്ട് മാറ്റിയാൽ എന്താ, ഡിസ്കണ്ടിന്യൂ ചെയ്താൽ എന്ത് എന്ന് വരെ തോന്നുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം അറിയാം. അവിടെയാണ് വിനോദം കുറച്ച് നമ്മളെ കൂട്ടുകെട്ട് നിയന്ത്രിച്ച് പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കൂ എന്ന് പറയാനുള്ളൊരു കാരണം അതാണ്. ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടുള്ള വാരമാണ് എന്നുള്ളതുകൊണ്ട്, അത് പിന്നീട് അത് ബാധിക്കാം എന്നുള്ളതുകൊണ്ട് ഈ വാരം ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയിക്കും, അതിന് സംശയം വേണ്ട. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള ആ ശ്ലോകം 9 പ്രാവശ്യം ജപിച്ചോളൂ. നമ്മുടെ വാക്കുകൾ വളരെ മനോഹരമാകും, അകൽച്ച കുറയ്ക്കുവാൻ കഴിയും, ഗൃഹത്തിലെ കലഹം കുറയ്ക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി ജപം കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. അങ്ങനെ ഗൃഹത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്ന വാരമാണ്. ജാതകത്തിൽ 7ാം ഭാവാധിപൻ 6ൽ നിൽക്കുക, 7ാം ഭാവാധിപൻ 12ൽ മറിയുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ളവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നാലും വിവാഹകാര്യങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ച് തടസ്സം വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് പോലും ഈ വാരം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ്. ശ്രമം കൊണ്ട് നല്ല വിവാഹാലോചനകൾ വരാനുള്ള ഭാഗ്യമുണ്ട്. എപ്പോഴും മനുഷ്യൻ്റെ ശ്രമം വളരെ അത്യാവശ്യമാണ്. പഠനകാര്യങ്ങളിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. ആ പഠനത്തിൻ്റെ ഫലമാണ് നല്ല സമയത്ത് വരുന്നത്. അപ്പോൾ പറയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാർക്സ് കിട്ടുമല്ലോ, കിട്ടണമെന്നില്ല. പല കുട്ടികൾക്കും എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അത് റോങ് ആൻസർ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അത് നമുക്ക് സമയദോഷം കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ, വേറെ എന്തോ ഒരു ഫാക്ടറീസ് അറ്റ് വർക്ക് നമ്മൾ പറയാറില്ലേ, അതെന്താ അവിടെ ചെന്നാൽ മറന്നു. അത് ടെൻഷൻ കൊണ്ടാണ്. എന്ത് ടെൻഷൻ ഇല്ലാത്ത കുട്ടികൾക്കും ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മറന്നു പോകാറുണ്ട്, റോങ് ആൻസർ വരാറുണ്ട്. ആ ടൈമിൽ ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ടെൻഷൻ. പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥ വരാറുണ്ട്. അത് പലപ്പോഴും എക്സ്പെക്റ്റഡ് മാർക്സ് കിട്ടണമെന്നില്ല, അതോ ഐ പെർഫോംഡ് വെരി വെൽ എന്ന് വിദ്യാർത്ഥികൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വരുന്നതിന് കാരണം ഭാഗ്യം കുറയുന്ന സമയമായതുകൊണ്ടാണ്. മനസ്സിലായില്ല? ഇപ്പോൾ അങ്ങനെയുള്ളൊരു വാരമല്ല. ഭാഗ്യം അല്പം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് പഠനകാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പഠനകാര്യങ്ങളിൽ വിജയിക്കും. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ജയിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഗ്രഹനിലയിലെ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണോ എന്നൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് വളരെ പ്രധാനമാണ് എന്നുള്ള കാര്യം അറിയുക. ബിസിനസ്സിലും നേട്ടങ്ങൾ കാണുന്നു. നഷ്ടത്തിലായിരുന്ന ബിസിനസ്സൊക്കെ അല്പം ഒന്ന് ലാഭത്തിലാകുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. പഴയ ബാധ്യതയുള്ളവർക്ക് ശ്രമം കൊണ്ട് അത് കുറയ്ക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങും. സാമ്പത്തികം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ വളരെ കാലമായി അനുഭവിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, അന്നപൂർണേശ്വരി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. പ്രയാസങ്ങളൊക്കെ നീങ്ങും, പണം വന്നോളും എന്നുള്ളതാണ്. അങ്ങനെ പ്രയാസങ്ങളൊക്കെ നീക്കി ഗൃഹത്തിൽ സന്തോഷം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. ടെൻഷൻ അല്പം കൂടുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ തീരുമാനങ്ങൾ തെറ്റിപ്പോവുക. ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറുള്ളവർ, തീരുമാനമെടുക്കുവാനുള്ള അധികാരമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം. എന്ന് മാത്രമല്ല, ഓഫീസിൽ കൊളീഗ്സ് ആയാലും സബോർഡിനേറ്റ്സ് ആയാലും സുപ്പീരിയർ ഒഫീഷ്യൽസ് ആയാലും അവരുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ ഒക്കെ വരുന്ന സമയമാണ്. MNCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ആ വർക്ക് ടാർഗറ്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വർക്ക് നമ്മൾ സ്പെസിഫൈഡ് ക്വാണ്ടം ഓഫ് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജോലിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വാരമാണെന്ന് പ്രത്യേകിച്ചറിയുക. എന്തായാലും ജോലി മാറുവാൻ പറ്റിയൊരു വാരമല്ല. ജോലി മാറിയാൽ പുതിയൊരു ജോലി കിട്ടാനായിട്ട് കാര്യതടസ്സം വരാം. ജോലി കിട്ടിയാൽ പോലും അതിൽ പിന്നീട് പ്രയാസങ്ങൾ വരാം. അതുകൊണ്ട് ജോലി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. പ്രൈവറ്റ് സെക്ടറിലുള്ളവർ ജോലി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. ഓഫീസിലും ഗൃഹത്തിലായാലും നമ്മുടെ സംസാരം, പെരുമാറ്റമൊക്കെ വളരെ നിയന്ത്രണം വേണം എന്നുള്ളതാണ്. അനാവശ്യ കാര്യങ്ങളിൽ അഭിപ്രായം പറയുക. ഈ രാശിക്കാർക്ക് പലപ്പോഴും അതുകൊണ്ട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ടാകും. ഈ വാരം പ്രത്യേകിച്ച് അങ്ങനെ ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ വളരെ അടുപ്പമുള്ളവർ പോലും കലഹിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കലഹം ഒന്ന് നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യം എന്നുള്ളതാണ്. വാഗ്ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അടുത്ത് സരസ്വതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ. ഒരു സരസ്വതി സ്തോത്രം അവിടെ നിന്ന് ജപിച്ചോളൂ. നല്ല വാക്കും നല്ല പെരുമാറ്റവും എന്നിലുണ്ടാക്കണം
എന്ന് അപേക്ഷിക്കുക, ദേവി അത് നൽകും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉയർച്ച വരും. കുറച്ച് സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് കെട്ടിക്കിടന്ന വസ്തുക്കളൊക്കെ ഒന്ന് സെയിലായി തുടങ്ങുന്ന സമയം ആരംഭിക്കുകയാണ്. അതിൻ്റെ ചില സൂചനകളൊക്കെ വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ ഹാർഡ് വർക്ക് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വരാൻ ഭാഗ്യം ഉള്ള ഒരു കാലം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്ന ശുക്രസ്തോത്രം ജപിക്കുക, മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്നതായി അനുഭവപ്പെടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഉദ്ദേശിക്കാത്തൊരു സമയത്ത് ഒരു വാർത്ത കൊണ്ട് നമുക്ക് അല്പം ഒരു സമാധാനവും സന്തോഷവും വരും. ദൂരദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം അറിയുക. ദൂരദേശത്ത് ജോലി ലഭിക്കുവാനോ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനോ ഉള്ളൊരു ഭാഗ്യം ലഭിക്കുവാനുള്ള യോഗവും ഈ വാരം കാണുന്നു. എന്നാൽ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. കൂട്ടുകെട്ട് കഴിയുന്നതും കുറയ്ക്കുക. ശനി അത്ര അനുകൂല ഭാവത്തിലല്ല. അപ്പോൾ എന്ത് കാര്യത്തിലായാലും ഒരു സ്ലോയിങ് ഡൗൺ എന്ന് പറഞ്ഞൊരു അവസ്ഥ വരാം. പഠന കാര്യങ്ങൾ, എഡ്യൂക്കേഷനിൽ പ്രത്യേകിച്ചും നമുക്കൊരു ഡിലേ വരാം. ഒന്ന് പോർഷൻസൊക്കെ കഴിയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ വരാം. ചിലപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേയിൽ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാനിരിക്കുമ്പോൾ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ വരാം. അതുപോലെ ബിസിനസ് ചില കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ മേക്കിംഗ് സമയത്ത് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ വരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ഈ വാരം എന്ന് പ്രത്യേകിച്ച് അറിയുക. പ്രയാസങ്ങളൊക്കെ നീക്കേണ്ട കാലമാണ്. മെൻ്റൽ ടെൻഷൻ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. മെൻ്റൽ ടെൻഷൻ കൊണ്ട് ഒരുപക്ഷെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെ വേണ്ടപ്പെട്ടവർക്ക് അകൽച്ച വരുന്ന രീതിയിൽ ഉള്ള ഒരു അവസ്ഥ വരാം. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ചില വ്യക്തികളെ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ അവിചാരിതമായിട്ട് വരുന്ന തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭദ്രകാളി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള ചെറിയൊരു വരുമാന മാർഗമെങ്കിലും വരാനുള്ള ഭാഗ്യമുണ്ട്. MNCയിലൊക്കെ ജോലി ട്രൈ ചെയ്യുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റിയൊരു വാരമാണ് എന്നുള്ള കാര്യം അറിയാം. പലപ്പോഴും അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ സെലക്റ്റഡ് ആവുന്ന അവസ്ഥയ്ക്കോ കുറച്ച് താമസം വരാം, വൈകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവിടുന്ന് റെസ്പോൺസ് കറക്റ്റ് ടൈമിന് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള സമയമല്ല. എന്നാൽ ശ്രമിക്കാൻ പറ്റിയ ഒരു വാരമാണ്. ആ ശ്രമത്തിൻ്റെ ഫലം പിന്നീട് ലഭിക്കാനുള്ള ഒരു യോഗമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. അതുപോലെ വിവാഹ കാര്യങ്ങളിലും ആ ഒരു ശ്രമം ആരംഭിക്കേണ്ട കാലം ആരംഭിച്ചിട്ടുണ്ട്. മാരേജബിൾ ഏജിൽ വന്നിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള വീടുകളിൽ അമ്മയും അച്ഛനും ഒക്കെ അവരുടെ വിവാഹ കാര്യങ്ങൾക്ക് അല്പം താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാലം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള അവസരം വന്നു ചേരും. പഠന കാര്യങ്ങളിൽ ഒരു പൂർണ്ണത ഉണ്ടാക്കിയെടുക്കുവാനായിട്ടുള്ള താല്പര്യം ഏറുന്ന ഒരു വാരമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പല കാര്യങ്ങളിലും ആവർത്തിച്ച് തടസ്സമുണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. ചെറിയ ഇൻഫെക്ഷൻ പ്രോൺനെസ്, വലത് കണ്ണിന് അല്ലെങ്കിൽ കണ്ണിന് ചെറിയ പ്രയാസങ്ങൾ വരാം. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഈ വാരം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി നാഗപ്രീതി വരുത്തുക. അടുത്ത ക്ഷേത്രത്തിലെ നാഗരെ ദിവസവും വണങ്ങാൻ ശ്രമിക്കുക. വണങ്ങി അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ. ആ നാഗരൂപം മനസ്സിൽ സങ്കല്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഈ വാരം സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ വരും. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി കൂടി ജപിക്കാം എന്നുണ്ടെങ്കിൽ മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ദൂരയാത്ര, ഉല്ലാസയാത്ര, പിക്നിക്, തീർത്ഥാടനം ഇവയ്ക്കൊക്കെയുള്ള
ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. അവിചാരിതമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ ഉണ്ടാകാം. അതായത് പഴയ കൂട്ടുകാരെയോ ബന്ധുക്കളെയോ ഒക്കെ കണ്ടുമുട്ടുവാനും അവരുമായിട്ട് ഹാപ്പി ടൈംസ് ഉണ്ടാകുവാനും ഭാഗ്യമുണ്ട്. പാർട്ടിയിങ്ങിനൊക്കെ യോഗമുള്ള ഒരു വാരമാണ്. പാർട്ടിയിങ് വളരെ വളരെ സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ നൽകാം എന്നുള്ളതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള യോഗമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ജോലി കിട്ടുന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കാര്യതടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവർക്കത് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാകുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ജോലിയിൽ പ്രമോഷനോ സാലറി അറിയേഴ്സോ അല്ലെങ്കിൽ സാലറി ഹൈക്കോ എന്തെങ്കിലും ലഭിക്കാനുള്ള യോഗമുണ്ട്. വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. പുതിയ വീടോ വസ്തുവോ അധീനത്തിൽ വന്നു ചേരാനോ കുടുംബത്തിൽ പാർട്ടിഷൻ നടക്കാനോ അതുവഴി സാമ്പത്തിക ലാഭം ഇതൊക്കെ വരാനോ ഒക്കെയുള്ള ഭാഗ്യം ഈ രാശിക്കാർക്ക് കാണുന്നുണ്ട്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് അനുകൂല ഫലങ്ങൾ കാണുന്നില്ല, അനുഭവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജാതക പരിശോധന അത്യാവശ്യം. ഒരുപക്ഷെ കേതുദശയോ രാഹുദശയോ അല്ലെങ്കിൽ ശനിദശയോ ശനിയുടെ അപഹാരമോ രാഹുവിൻ്റെ അപഹാരമോ ഒക്കെ ആണോ എന്നൊന്ന് പരിശോധിക്കണം. അതിനുകൂടിയുള്ള ഒരു പരിഹാരം അത്യാവശ്യം വേണ്ട ഒരു കാലമാണ്. കാരണം ഇപ്പോഴുള്ള ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുകൂലമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഹാരം കൂടി ഉണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തടസ്സമില്ലാതെ വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പണം ഇങ്ങനെ ചിലവായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു ടെൻഷൻ വരാം എന്നുള്ളതാണ്. പൊതുവേ പണം ചിലവാക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും കയ്യിൽ നിന്ന് ക്യാഷ് ഡ്രെയിൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വേണ്ടപ്പെട്ടവർക്ക് പണം ആവശ്യം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് പണം സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം. വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ പഴയ വാഹനം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള താല്പര്യം വരും എന്നുള്ളതാണ്. പൊതുവേ നേട്ടങ്ങൾ വരാമെങ്കിൽ തന്നെയും അധിക പണച്ചെലവ് കൊണ്ട് പഴയ ബാധ്യതകളുള്ളവർക്കുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ടൈറ്റായിട്ടുള്ള ഒരു ഫീലിംഗ് വരാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊരു ടെൻഷൻ, ഉറക്കക്കുറവെന്ന് പറയും, ശയനസുഖക്കുറവ് വരാം. ഉറക്കത്തിൽ ടെൻഷനോടുകൂടി ഉറങ്ങുക, ഇടയ്ക്ക് ഉണരുക ആവർത്തിച്ച്, അപ്പോൾ ശരീരത്തിന് ക്ഷീണം പകലൊക്കെ വരിക, പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരിക, ശരീരത്തിനൊരു ക്ഷീണം. അത് ആൾക്കാർ മടി എന്ന് പറയും, പക്ഷെ മടി എന്ന് അവർക്ക് തോന്നണമെന്നില്ല. അവർ പറയും ശരീരത്തിനൊക്കെ ഒരു ക്ഷീണം, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥ അവർക്ക് വരാം. പ്രാർത്ഥന കൊണ്ട് അത് മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. ശനി ഭഗവാനെ പ്രാർത്ഥിച്ചുള്ളൂ. ശനിയാഴ്ച നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലിയും ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനവും നടത്തിയ ദിവസവും ശനി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ശനിക്ക് ഒരു നീരാജനം കൂടി കഴിപ്പിക്കാം എന്നുണ്ടെങ്കിൽ ഉത്തമം. ജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം എന്നറിഞ്ഞോളൂ. ദോഷഫലങ്ങളൊക്കെ കുറയും ഈ പ്രാർത്ഥന കൊണ്ട്. സാമ്പത്തികമായിട്ട് ഉയർച്ചയും അതുകൊണ്ട് വരും. കുടുംബത്തിൽ സമാധാനവും ലഭിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സന്തോഷമായിരിക്കും. മീനം രാശി പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അലച്ചിലും ക്ലേശവും ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അലച്ചിൽ നമ്മൾ ഒട്ടും അത്യാവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതായി വരാം. അതിനുവേണ്ടി യാത്രയൊക്കെ ഉണ്ടാകാം. അധിക പണച്ചെലവ് വരാം. എന്തിനെങ്കിലും കരുതി വെച്ചിരുന്ന പണമൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കൊണ്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാകാം എന്നുള്ളതാണ്. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതെങ്ങനെ റീപേ ചെയ്യും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് തന്നെ നമ്മുടെ ഉറക്കക്കുറവ് വരാൻ സാധ്യതയുള്ള ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, അല്ലെങ്കിൽ രക്തദൂഷ്യം എന്നൊക്കെ പറയും, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ഇവയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുള്ള സമയമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. പ്രാർത്ഥന കൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങിക്കോളും. ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും പാടില്ല. രാത്രികാല സഞ്ചാരം ഒരു പ്രായം കടന്നവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വിദ്യാർത്ഥികൾക്ക് കൂട്ടുകെട്ട് കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരുന്ന സമയമാണ്. അതുകൊണ്ട് കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്കാരവുമായിട്ട് യോജിച്ചു പോകുന്നവരുമായിട്ട് മാത്രം കൂട്ടുകെട്ട് തുടരുന്നതാകും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിക്ക് നല്ലത് തൽക്കാലമെങ്കിലും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. പഠനത്തിന് തടസ്സം വരുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ വരാം. വ്യക്തികളെ കൊണ്ടുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ ബിസിനസ് രംഗത്ത് ഉള്ളവർക്ക് വരുന്ന ഒരു സമയമാണ്. എന്നാൽ കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അവിടെ ഇങ്ങനെ ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് തടസ്സങ്ങളായി നിൽക്കാം എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഈ തടസ്സങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യം.
നാഗപ്രീതി അത്യാവശ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അടുത്ത ക്ഷേത്രത്തിലെ നാഗർക്ക് കഴിയുമെങ്കിൽ 100 പാലും അല്ലെങ്കിൽ മഞ്ഞളും പാലും സമർപ്പിച്ചാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ എന്ന് ആരംഭിക്കുന്ന ആ സ്തോത്രം ഭക്തിപൂർവ്വം ദിവസവും 18 പ്രാവശ്യം ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്. മെയിൽ ഐ ഡിയിലേക്ക് അയക്കാം. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മെയിൽസിനാണ് ഇതിലൂടെ മറുപടി നൽകുന്നത് എന്ന് പ്രത്യേകിച്ചറിയാം. വളരെ ദൂരത്ത് നിന്നൊക്കെ ഫോറിൻ മെയിൽസ് ധാരാളം വരുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ളവരാണ് കൂടുതൽ പ്രോഗ്രാം കാണുന്നത് എന്ന് തോന്നുന്നു. കാരണം മെയിൽ വരുന്നതിൽ 90% കേരളത്തിന് പുറത്തു നിന്നാണ്. ഒരുപക്ഷെ അവിടുത്തെ ജ്യോത്സ്യന്മാരുമായിട്ട് ആക്സസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മെയിൽസ് വരുന്നത് മിക്കവാറും എല്ലാം തന്നെയും ഒന്നുകിൽ വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ്സിൽ നിന്നാണ്, നോർത്തേൺ സ്റ്റേറ്റ്സിൽ നിന്നാണ് കൂടുതലും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മെയിൽസിനാണ് ഇവിടെ മറുപടി നൽകുന്നത്. മിസ്സസ് മീന ഷെനോയ് മൈസൂരിൽ നിന്നാണ്. കഥ ഇംഗ്ലീഷിലാണ്, മലയാളം അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈ ഡോട്ടർ ഈസ് തൃക്കേട്ട 33 ഡിവോഴ്സി കാർഡിയോളജിസ്റ്റാണ്. വെരി ഗുഡ് കാർഡിയോളജിസ്റ്റാണ്. ഡിവോഴ്സി, റീമാരേജ്, കുട്ടികളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീമാരേജ് ജാതകത്തിൽ അല്പം ഒരു ചൊവ്വാദോഷമുണ്ട്. അഷ്ടമത്തിലെ ചൊവ്വയുണ്ട്. പക്ഷേ സ്വക്ഷേത്ര ബലവാനാണ്. വലിയ ദോഷം വിധിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ആദ്യത്തെ ഒരു പക്ഷേ പ്രണയവിവാഹമായിരുന്നിരിക്കാം. അങ്ങനെ ഒരു സൂചന ജാതകത്തിൽ കാണുന്നുണ്ട്. ഇനിയുള്ള വരുന്ന ആ വിവാഹവും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു വിവാഹമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചൊവ്വയുടെ ഒരു സ്ഥിതി, രാഹുവിൻ്റെ ഒരു സ്ഥിതി നോക്കുമ്പോൾ കുറച്ച് വാശിക്കാരിയാണ് കുട്ടി എന്ന് കാണുന്നു. വാശി അല്ലെങ്കിൽ ദേഷ്യം, അതായത് നമ്മളെ വാക്കുകൾ നിയന്ത്രണത്തിലല്ലാതെ വരിക, അങ്ങനെ സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിയന്ത്രിക്കണം. അതിന് യോഗധ്യാനം ശീലിച്ചോളൂ. അത് യോഗധ്യാനം ശീലിക്കുന്നതുകൊണ്ട് ഈ വിവാഹ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ശിവപ്രീതി കൂടി ഉണ്ടെങ്കിൽ എല്ലാ പ്രയാസങ്ങളും മാറിക്കോളും. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതം എടുത്തുകൊള്ളുക. ഓം ഹ്രീം നമഃശിവായ ദിവസവും ജപിച്ചോളൂ ഒരു 108 പ്രാവശ്യം. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. യു ആർ ലൈക്ലി ടു ഹാവ്, ഇഫ് യു ആർ വാച്ചിങ് ദിസ് പ്രോഗ്രാം, ഐ മീൻ ദറ്റ് പർട്ടിക്കുലർ girl who is watching this program, I have explained in detail that you might be a bit stubborn or short-tempered in nature. This is something which has to be controlled through yogic meditation, and apart from that you have to do certain pariharas. I have explained those pariharas, and the chances are that you are likely to get married by the end of 2026 or in the first half of 2027. You are likely to have a very happy marital life when you follow all this pariharam advice which I have told you. Be happy and confident. ശ്രീ പീതാംബരൻ പണ്ഡിറ്റ് ചൊവ്വ കണ്ണൂരിൽ നിന്നാണ് മെയില്. ചോദ്യനക്ഷത്രമാണ് അത് ശരി, കുറച്ച് പ്രായമായ ആളാണ്. 67 വയസ്സായിട്ടുണ്ട്. ചോദ്യനക്ഷത്രം. സാൻസ്ക്രിറ്റ് ടീച്ചറാണ്. സാമ്പത്തിക പ്രശ്നം, ട്യൂഷനിലെ വരുമാനമൊക്കെ വളരെ കുറവ്. ഒരു കാലത്ത് വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീ പീതാംബരൻ പണ്ഡിറ്റ് ചൊവ്വയിൽ നിന്ന്. വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ടെക്നോളജി ഉണ്ട്. സാൻസ്ക്രിറ്റ് ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാൻസ്ക്രിറ്റിനൊക്കെ ഇപ്പോൾ വലിയ സ്കോപ്പാണ്. ഓൺലൈനായിട്ട് അത് ആരുടെയെങ്കിലും കുട്ടികളോ മക്കളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടുകൂടി ഓൺലൈൻ കോച്ചിങ് നടത്താം, ഓൺലൈൻ ടീച്ചിങ് നടത്താം. സാൻസ്ക്രിറ്റിന് വലിയ ഡിമാൻഡാണ് വിദേശത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ഒന്ന് ശ്രമിക്കുക. ഒരു എക്സ്പേർട്ട് അഡ്വൈസ് വേണം. അതിലൊരു ടെക്നോളജി എക്സ്പേർട്ട് ഉണ്ടെങ്കിലേ അത് പറഞ്ഞു തരാനും ഒക്കെ പറ്റുള്ളൂ. അത് കുറച്ച് ദിവസത്തെ ഒരു ഹെൽപ്പ് ഒരു ടെക്നോളജി എക്സ്പേർട്ടിൽ നിന്ന് എടുക്കേണ്ട അത്യാവശ്യമുണ്ട്. പ്രായം ഇതിനകത്തൊരു ഘടകമേ അല്ല എന്നുള്ള കാര്യം അറിയുക. ഈ ടീച്ചിങ്ങിൽ ധാരാളം ഉയർച്ച വരാനുള്ള ഭാഗ്യമുണ്ട്. ഉയർച്ച വരും. ചോദ്യനക്ഷത്രം കൂടിയാണ്. ദശാപഹാരങ്ങൾ നോക്കുമ്പോൾ ഈ വർഷം അവസാനം മുതൽ അല്പം മെച്ചമാകാനുള്ള ഭാഗ്യമുണ്ട്. 2025 അവസാനം മുതൽ 2026 കഴിയുന്നതിന് മുമ്പ് നല്ലൊരു സ്ഥിതി വരും. സാമ്പത്തികമായിട്ട് വരുമാനം കൂടും. അതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. മിസ് ജയന്തശ്രീ മധുരയിൽ നിന്നാണ്. നക്ഷത്രം അത്തം, 37 വയസ്സ്. മ്യൂസിക് ടീച്ചറാണ്. ഭാവി വിവാഹം കഴിഞ്ഞിട്ടില്ല. 37 വയസ്സാണ്. ജയന്തശ്രീ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബമാണ്. ജയന്തശ്രീ രാഗം വളരെ പ്രശസ്തമാണ്. അപ്പോൾ
സംഗീതമായിട്ട് ബന്ധപ്പെട്ട കുടുംബമാണെന്ന് മനസ്സിലായി, മ്യൂസിക് ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. കലാരംഗത്ത് ഉയർച്ച തീർച്ചയായിട്ടും ഇതിനകത്തുണ്ടാകും. ശുക്രൻ ഉച്ചസ്ഥനാണ്. വൈകിയാണെങ്കിൽ 42 വയസ്സ് മുതൽ സംഗീത രംഗത്തോ അല്ലെങ്കിൽ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് അതിൽ കാര്യമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. ഫൈനാൻഷ്യലി വെൽ ഓഫ് ആകും എന്നുള്ളതിൽ സംശയമില്ല. ആ കാലത്ത് ഇപ്പം തന്നെ 2026 തന്നെ 25 തന്നെ ഒരു ബെറ്റർമെൻ്റ് ഉണ്ടാകും. 2026 കുറച്ചുകൂടെ ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആകാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ വിവാഹകാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 7 ശനി 7-ാം ഭാവാധിപൻ അത്ര നല്ല സ്ഥാനത്തല്ല. വിവാഹത്തിൻ്റെ മുമ്പ് വിവാഹിതയായിരുന്നു എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. വിവാഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിവാഹത്തിന് ഇപ്പം നല്ല സമയമാണ്. ഇല്ലെങ്കിൽ 2 വർഷം കൂടി കഴിഞ്ഞ് 26 അവസാനമോ 27 വിവാഹത്തിന് കൂടുതൽ അനുയോജ്യം. അതുവരെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാത്ത ഇപ്പോൾ 37 വയസ്സായി, ഇനിയും മാറ്റി വയ്ക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കുക. ഇപ്പം തന്നെ വിവാഹം 2025 തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. ശിവസ്തോത്രം, ശിവപാർവതി സ്തോത്രം ഇവ രണ്ടും ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. നല്ല വിവാഹം തന്നെ ലഭിക്കുകയും ചെയ്യും. സന്തോഷമായിരിക്കും. മിസ് നിഷി ആണ്. മിസ്സസ് നിഷി, ചതയം നക്ഷത്രം, 43 ഇയേഴ്സ്. വീട് പണി മുടങ്ങി 3 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലഭിക്കുന്ന ലോണിന് വന്ന തടസ്സമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് വീട് പൂർത്തിയാക്കാൻ കഴിയുക? ചതയം നക്ഷത്രമാണ്. 7 ശനിയിൽ ജന്മശനിക്കാലമായിരുന്നു. തടസ്സപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളതാണ്. ദശാപഹാരങ്ങളും അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ട് വീട് പണി എത്ര നമ്മൾ ശ്രമിച്ചാലും മുന്നോട്ട് പോകുന്ന ഒരു കാലമായിരുന്നില്ല കഴിഞ്ഞ 2 ഇയേഴ്സ് പ്ലസ്. ഇനി അങ്ങോട്ട് നല്ല സമയമാണ്. ഈ വർഷം തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. 2025 തന്നെ വീട് പൂർത്തിയാക്കി 2025 അവസാനമോ 2026 ആദ്യ ഭാഗത്തോ ഗൃഹപ്രവേശം നടത്തുവാനുള്ളൊരു ഭാഗ്യമുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ട ഒരു വാസ്തുപൂജയൊക്കെ നടത്തിക്കോളൂ കേട്ടോ. അത് പൂർത്തിയാവും. അങ്ങനെ ഒരു മനസ്സിലൊരു നേർച്ച നടത്തിക്കൊള്ളുക. എവിടുന്ന് സ്ഥലപ്പേരില്ല അല്ലേ, ചൊറ്റാനിക്കര ദേവീക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. അവിടെ ഒരു ഗുരുസി സങ്കല്പിച്ചോളൂ. നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ഒരു ഗുരുസി സങ്കല്പിച്ചോളൂ. ഈ വീട് പണിയുടെ തടസ്സങ്ങൾ നീങ്ങും. അവിടുന്ന് പുണ്യാഹം വാങ്ങിച്ച് വസ്തുവിലും ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലുമൊക്കെ തളിച്ചൊന്ന് ശുദ്ധമാക്കിക്കോളൂ. വീട് പണി വൈകാതെ തന്നെ പൂർത്തിയാകും. സന്തോഷമായിരിക്കുക. പണമൊക്കെ വന്നോളും കേട്ടോ. ഈ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യും. സന്തോഷമായിരിക്കുക. ദിവസവും ജപിച്ചോളൂ ദേവീ സ്തോത്രം. മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. പൂർണ്ണമായിട്ടുള്ള പേര്, സ്ഥലം, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്താ അറിയേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ പ്രോഗ്രാമിലൂടെ തീർച്ചയായിട്ടും മറുപടി നൽകുവാൻ ശ്രമിക്കാം. കാരണം സെലക്റ്റഡ് മെയിൽസിന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജനിച്ച ഡേറ്റും മാസവും വർഷവും സമയവും സ്ഥലവും എന്താ അറിയേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിക്കോളൂ. കഴിയുന്ന മെയിൽസിനൊക്കെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. എല്ലാ ഐശ്വര്യങ്ങളും വരും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സമ്പത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.